നമസ്കാരം. ഞാൻ പഴം വാങ്ങി വെച്ചിരുന്നത് കുറച്ച് കറുത്ത് പോയി. ഇനി ഇതിവിടെ ആരും കഴിക്കില്ല. അപ്പോൾ വല്ല സ്നാക്സൊക്കെ ആക്കിയിട്ട് വേണം ഇത് ചിലവാക്കാനായിട്ട്. അപ്പോൾ പൊതുവേ കുട്ടികൾ പഴം കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും. മോനൊക്കെ പഴം കൊടുത്താൽ തീരെ കഴിക്കില്ല. അപ്പം ഞാൻ എന്തെങ്കിലും സ്നാക്ക് ആക്കിയിട്ടാണ് അവന് കൊടുക്കാറുള്ളത്. എന്നോട് കുറേ പേര് ചോദിക്കാറുണ്ട് പഴം കുട്ടികളെ കഴിപ്പിക്കാൻ എന്താണ് ചെയ്യാന്ന്. അപ്പോൾ നെയ്യിലൊക്കെ വറുത്ത് കൊടുക്കാറുണ്ട്, പക്ഷെ എന്നാലും കഴിക്കില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒന്ന് അവരുടെ ആ ടേസ്റ്റ് വരാത്ത വിധത്തിൽ മാസ്ക് ചെയ്ത് കൊടുത്താൽ തന്നെ ആ പഴമൊക്കെ കഴിക്കാറുള്ളൂ. അപ്പം ഞാൻ ഇത് വെച്ചിട്ട് ഇന്ന് കപ്പ് കേക്കാണ് ഉണ്ടാക്കണേ. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചു റെസിപ്പി. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. കപ്പ് കേക്ക് ഉണ്ടാക്കാൻ ആദ്യം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തെടുക്കാം. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ പൊടികളാണ്. ആദ്യം ചേർക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. ഇതിപ്പോൾ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് യൂസ് ചെയ്യണേ. അപ്പോൾ 1 കപ്പ് ചേർത്തു. ഇനി 1 കപ്പും കൂടി ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. 2 കപ്പ് ഗോതമ്പ് പൊടി, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്തു. അതുപോലെ തന്നെ ഉപ്പ് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാൻ ഹിമാലയൻ സോൾട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. അതും 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. ഇത് നന്നായിട്ട് ഇളക്കി അരിച്ചെടുക്കണം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെറ്റ് ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാനായിട്ട് ഞാൻ വീണ്ടും ഒരു ബൗൾ എടുത്തു. ഇനി അതിലേക്ക് ആദ്യം ചേർക്കേണ്ടത് പഴമാണ്. പഴം ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട്. നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഫോർക്ക് കൊണ്ട് ഉടച്ചെടുക്കാം, അല്ലെങ്കിൽ മിക്സിയിൽ അങ്ങനെ കുഴമ്പ് രൂപത്തിൽ ആക്കിയെടുക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാനിത് പൊട്ടറ്റോ മാഷർ യൂസ് ചെയ്തിട്ട് ഉടച്ചെടുക്കുകയാണ് ചെയ്തത്. ഇതിപ്പോൾ 2 പഴമാണ് എടുത്തത്. 1 കപ്പ് പഴമാണ് വേണ്ടത് നമുക്ക് ഈ റെസിപ്പിയിലേക്ക്. 1 കപ്പ് എന്ന് പറയുമ്പോൾ 250 ml കപ്പാണ് ഞാൻ യൂസ് ചെയ്യണത്. അപ്പോൾ അതിന് എനിക്ക് 2 പഴമാണ് വേണ്ടി വന്നത്. 2 or 3 പഴം വേണ്ടി വരും. നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കണേ. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ശർക്കരപ്പൊടിയാണ് ചേർക്കണേ. 3/4 കപ്പ് എടുത്തു വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. കൂടെ 2 ടേബിൾ സ്പൂണും കൂടിയും വെള്ളം വേണം. നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ്. അപ്പോൾ 1/4 കപ്പിൻ്റെ കൂടെ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തു. ഇത് നന്നായിട്ട് ഇളക്കി ഈ ഷുഗർ നന്നായിട്ട് ഇതിൽ മെൽറ്റ് ആവണം. ഒരു വിസ്ക് ഉണ്ടെങ്കിൽ അതാണ് സൗകര്യം, അത് മിക്സ് ചെയ്തെടുക്കാൻ. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ബട്ടറാണ്. ഇതിപ്പോൾ ഉരുക്കിയ ബട്ടറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് ഉണ്ട്, ചേർത്ത് കൊടുക്കാം. ഒരു 100 ഗ്രാം ഉണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നാരങ്ങ നീരാണ്. ഇപ്പോൾ 2 ടീസ്പൂൺ നാരങ്ങ നീരുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ചേർക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ളതാവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. എല്ലാം കൂടി ഇനി മിക്സായി കഴിയുമ്പോൾ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസും വെറ്റ് ഇൻഗ്രീഡിയൻസും മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് കുറേശ്ശെ നമുക്ക് വെറ്റ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒരുമിച്ച് ചേർക്കാതെ 2-3 ട്രിപ്പായിട്ട് ചേർത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ് നല്ലത്. ഇത് ബാക്കിയുള്ളതും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം ചേർത്തു. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ജസ്റ്റ് എല്ലാം കൂടി മിക്സ് ചെയ്തെടുത്താൽ മതി, ഓവർ മിക്സ് ചെയ്തെടുക്കണ്ട. നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മോൾഡിലേക്ക് മാറ്റാം. അപ്പം ഇന്ന് സ്റ്റൗ ടോപ്പിൽ വെച്ചിട്ട് തന്നെയാണ് ബേക്ക് ചെയ്യണേ. അപ്പം അതിനായിട്ട് ഇതുപോലെ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ആ തട്ടിൻ്റെ മുകളിൽ വെക്കാൻ. അപ്പോൾ ഇനി കപ്പ് കേക്ക് മോൾഡ് ഇല്ലാത്തവരാണെങ്കിൽ ഞാൻ മുമ്പ് ഒരു കപ്പ് കേക്ക് വീഡിയോ കാണിച്ചിരുന്നു. സാധാരണ സ്റ്റീൽ ബൗൾ എടുത്താൽ മതി, അതിൽ നമുക്ക് കപ്പ് കേക്ക് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് ഇത് നിറച്ച് കൊടുക്കാം. ഞാനിതുപോലെ ഒരു ഐസ്ക്രീം സ്കൂപ്പർ എടുത്തിട്ട് സ്കൂപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണേ. അതില്ലാത്തവർക്ക് നമുക്ക് സാധാരണ ഒരു സ്പൂൺ വെച്ചിട്ട് നിറച്ച് കൊടുത്താലും മതി. നമ്മളിത് പൊങ്ങി വരും. ഒരു 3/4 ഭാഗമൊക്കെ നിറച്ചാൽ മതി. ഞാൻ 3
മോൾഡും നിറച്ച് എടുത്തിട്ടുണ്ട്. 3/4 ഭാഗം നിറച്ചാൽ മതി നമ്മൾ. ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ ചോക്ലേറ്റ് ചിപ്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇതുപോലെ കുട്ടികൾക്ക് കുറച്ചും കൂടി ഒന്ന് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് ചോക്ലേറ്റ് ചിപ്സ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ബേക്ക് ചെയ്യാനായിട്ട് സ്റ്റൗ ടോപ്പിൽ ബേക്ക് ചെയ്യുന്നവരാണെങ്കിൽ ആദ്യം ഒരു പാത്രത്തിൽ ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം. അപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രമാണെങ്കിൽ ഉപ്പിൻ്റെ ആവശ്യം വരില്ല. ഞാനിപ്പോൾ ഇരുമ്പ് പാത്രം ആയതുകൊണ്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കണേ. അതിനുശേഷം അതിൻ്റെ മുകളിലൊരു സ്റ്റാൻഡ് വെച്ചിട്ട് നമുക്ക് ഈ പ്ലേറ്റ് വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ഇനി ഓവനിൽ ചെയ്യുന്നവരാണെങ്കിൽ 170 ഡിഗ്രിയിൽ ആദ്യം ഒരു 10 മിനിറ്റ് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യുക. അതിനുശേഷം 170 ഡിഗ്രിയിൽ തന്നെ ഒരു 18 മുതൽ 20 മിനിറ്റ് വരെ എടുക്കും കപ്പ് കേക്ക് ബേക്കായി വരാനായിട്ട്. ഓൾറെഡി ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്നു പാത്രം. അപ്പോൾ ഒരു 10 മിനിറ്റ് ആയി. നമുക്കത് തുറക്കാം. ഉപ്പിട്ടിട്ട് സ്റ്റാൻഡ് വെച്ച് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിരുന്നു. പതുക്കെ പ്ലേറ്റ് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മളെപ്പോഴും ബേക്ക് ചെയ്യാൻ വെക്കുമ്പോൾ കുറച്ച് ഹൈറ്റിൽ വേണം വെക്കാൻ, അല്ലെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ സ്റ്റാൻഡിൻ്റെ മുകളിൽ വെക്കുന്നത്. ഇനി ഇത് അടച്ച് വെച്ച് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇത് നന്നായിട്ട് അടച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ബേക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു 25 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്നു നോക്കാൻ ആയിട്ടുണ്ടോ എന്നുള്ളത്. നമ്മളെപ്പോഴും ബേക്ക് ചെയ്യുമ്പോൾ ഓവനേക്കാളും കുറച്ച് കൂടുതൽ സമയം എടുക്കും സ്റ്റൗ ടോപ്പിൽ ചെയ്യുമ്പോൾ. ഇനി ഒരു ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഇതിൻ്റെ നടുവിലൊന്ന് പ്രസ് ചെയ്ത് നോക്കാം. ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കപ്പ് കേക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ 25 മിനിറ്റാണ് എനിക്ക് എടുത്തത്. ഓരോരുത്തരുടെ പാത്രത്തിൻ്റെ കട്ടിയൊക്കെ അനുസരിച്ചിരിക്കും എടുക്കുന്ന സമയം. ഏകദേശം ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് നമുക്ക് പതുക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നന്നായി ചൂടാറിയതിന് ശേഷം വേണം നമ്മളിത് കഴിക്കാനായിട്ട്. കപ്പ് കേക്ക് നന്നായി ചൂടാറി വന്നിട്ടുണ്ട്. ഞാനിതൊന്ന് തുറന്ന് കാണിച്ചു തരാം. നന്നായി ചൂടാറി വന്നതിന് ശേഷം നമ്മളിത് പൊളിച്ചെടുക്കാൻ പാടുള്ളൂ. കപ്പ് കേക്ക് മാത്രമല്ല, ബിസ്ക്കറ്റ് ആണെങ്കിലും കേക്ക് ആണെങ്കിലും എല്ലാം നമ്മൾ റൂം ടെമ്പറേച്ചറിലേക്ക് വരണം. അല്ലെങ്കിൽ അത് കുക്കാവാത്ത പോലെ നമുക്ക് തോന്നും. ഇത് കട്ട് ചെയ്ത് കാണിക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവും. അങ്ങനെ പഴത്തിൻ്റെ ടേസ്റ്റ് മുമ്പിലൊന്നും നിൽക്കില്ല. സാധാരണ ഒരു കപ്പ് കേക്കിൻ്റെ ടേസ്റ്റ് തന്നെയുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ചോക്ലേറ്റ് കപ്പ് കേക്ക് കഴിക്കുള്ളൂ എന്നുള്ളവർക്കാണെങ്കിൽ ഇതേ റെസിപ്പിയിൽ തന്നെ നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്യാം. അപ്പം ഞാൻ കൂടുതലും ചോക്ലേറ്റാണ് കാണിക്കാറുള്ളത്. മുമ്പ് ഇതുപോലെ ചോക്ലേറ്റ് കപ്പ് കേക്ക് കാണിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇത് ചോക്ലേറ്റ് മിക്സ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമ്മൾ ഈ കടയിൽ നിന്ന് വാങ്ങുന്ന എല്ലാത്തിലും തന്നെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും കളറും ഇങ്ങനെ എല്ലാം അടങ്ങിയിട്ട് തന്നെയാണ് നമുക്ക് കയ്യിൽ കിട്ടണത്. അപ്പോൾ ബേക്കിംഗ് സോഡ ഒക്കെ വല്ലപ്പോഴും കുട്ടികൾക്ക് കഴിച്ചുകൊണ്ട് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ബേക്കിംഗ് സോഡ ഒന്നും ഇടാണ്ട് നമുക്കിങ്ങനെ കപ്പ് കേക്കും അതുമാതിരി കുക്കീസൊന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ചില റെസിപ്പീസിൽ പറ്റും, പക്ഷെ എല്ലാ റെസിപ്പിയും അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അലുമിനിയം ഫ്രീ ആയിട്ടുള്ള ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഇപ്പോൾ ഓൺലൈൻ സൈറ്റ്സിൽ അവൈലബിൾ ആണ്. വേണം എന്നുള്ളവർക്ക് അത് വാങ്ങിച്ച് യൂസ് ചെയ്യാം, ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കും. ഇനിയും ഇതുപോലെയുള്ള റെസിപ്പീസായിട്ട് ഞാൻ വരാം. താങ്ക്